സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സി കാറ്റിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ്. നമ്മുടെ പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നമ്മോട് സംസാരിക്കുന്നതിനും സംശയങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അഖില ടീച്ചർ. അഖില ചോദിക്കൂ. അച്ഛാ, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവവിളികൾ, അതായത് പ്രത്യേകിച്ച് സന്യസ്ത ജീവിതത്തിലേക്കുള്ള വിളികൾ കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാവാം സന്യസ്ത ജീവിതത്തിലേക്ക് മാത്രം ഈ വിളികൾ കുറഞ്ഞു വരുന്നത്? ഒരു പക്ഷേ ഹൈരാർക്കിയിലുള്ള ഒരു പ്രത്യേക പദവി അവർക്കില്ലാത്തതുകൊണ്ടാണോ ഇതിങ്ങനെ വരുന്നത്? അച്ഛൻ്റെ അഭിപ്രായം എങ്ങനെ? അഖില ടീച്ചർ ചോദിച്ചത് ഈ സന്യസ്ത പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ വിമൻ കോൺഗ്രിഗേഷനിലേക്കുള്ള ദൈവവിളി കുറയുന്നതിനെ കുറിച്ചാണ് അല്ലേ? ഓക്കെ. പിള്ളേരൊക്കെ ചോദിക്കും, അച്ഛന് സ്കൂട്ടറുണ്ട്, കാറുണ്ട്, ചിലപ്പോൾ നല്ല പദവിയൊക്കെ ഉണ്ട്, സിസ്റ്ററിന് എന്നാ ഉള്ളതെന്നുള്ളതൊക്കെയാണ്. സ്കൂട്ടർ ഓടിക്കുന്ന സഭകളുണ്ട്, പിള്ളേർക്ക് വേണമെങ്കിൽ അഡ്രസ്സ് കൊടുക്കാം നമുക്ക്. അതൊക്കെ വളരെ ബാലിശ്യമായ ചിന്തകളെന്നാണ് ഞാൻ വിചാരിക്കുകയുള്ളൂ. കാരണം എന്താണ്, സന്യാസ സഭകൾക്ക് സ്കൂട്ടറോ കാറോ അല്ലെങ്കിൽ ഏതെങ്കിലും പദവി തേടി വരുന്നവരാണെങ്കിൽ അവർ സന്യാസത്തിന് വരാതിരിക്കുന്നതാണ് പേര്. ഏതെങ്കിലും പദവി, ഇപ്പോൾ നമുക്കറിയാം പദവിയുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് ഏതെല്ലാം സാധ്യതകൾ അവരുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. വലിയ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരായിട്ട് സിസ്റ്റേഴ്സിനെ നമുക്ക് കാണാം. അതല്ല എങ്കിൽ വലിയ ആശുപത്രികളുടെ MD ഡോക്ടർമാരായിട്ട് സിസ്റ്റർമാർ സേവനം ചെയ്യുന്നു. സാമൂഹികമായി ചിന്തിച്ചാൽ അച്ഛന്മാർക്ക് എത്തിപ്പിടിക്കാനാവാത്തത്ര ഉയരങ്ങളിൽ പലപ്പോഴും സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതൊരു പദവിയുടെ വിഷയം എന്നുള്ളതിനേക്കാളും ഉപരി നമ്മളെല്ലാ കുടുംബങ്ങളും ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. സഭയുടെ നന്മയുടെ മുഖമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കാരണം അച്ഛന്മാർ പലരും ഇങ്ങനെ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നതേ ഉള്ളൂ. ഈ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രായോഗിക തലം, അതിൻ്റെ അവസാനത്തെ തട്ടിലെത്തിക്കുന്ന ആരാണ്? നമ്മുടെ സിസ്റ്റേഴ്സാണ്. നിങ്ങൾ ചിന്തിക്കുക, ഈ സിസ്റ്റേഴ്സ് എത്രയായിരം കുഞ്ഞുങ്ങൾക്കാണ് അവർ സ്വന്തം അമ്മയെപ്പോലെ പരിരക്ഷ നൽകുന്നത്. നമ്മൾ സഭയുടെ അനാഥാലയങ്ങളിൽ കഴിയുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പോഷണം നൽകുന്നത്, അവരെ വളർത്തുന്നത്, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നത് സിസ്റ്റേഴ്സാണ് അല്ലേ? എയ്ഡ്സ് രോഗികൾ, സഭയുടെ കേരളത്തിലെ തന്നെ 10-30-ലധികം എയ്ഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങൾ സഭ നടത്തുന്നു. അവയോരോന്നിലും സ്വന്തം ഭാര്യയോ അമ്മയോ പോലും അറപ്പോടെ വീക്ഷിച്ച് ഒഴിവാക്കിയ എയ്ഡ്സ് രോഗികളെ സ്വന്തം സഹോദരനെ പോലെ കരുതി, അപ്പനെ പോലെ കരുതി ശുശ്രൂഷിച്ച് സ്നേഹിച്ച് പരിപാലിക്കുന്ന ഈ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ സത്യമായി നമ്മൾ അറിയുന്നു, ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രായോഗിക തലം സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിലൂടെയാണ് ലോകം അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഭയുടെ നന്മയുടെ മുഖമാണ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ദേശത്ത് സഭ ദുർബലമാകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം ആദ്യം കാണുന്നത് സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളിയിൽ കുറവ് വരുമ്പോഴാണ്. യൂറോപ്യൻ സഭകളിലേക്ക് നോക്കിയാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ആദ്യം അടച്ചുപോയത് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റുകളാണ്, പിന്നീടാണ് പള്ളികൾ അടയ്ക്കുന്ന സാഹചര്യം വരിക. സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി കുറയുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല ലക്ഷണമല്ല. അത് ആ ദേശത്തെ സഭയുടെ ഭാവി ഒട്ടും ശോഭനമല്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് കേരള സഭയിൽ അപ്രകാരം ഒരു ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ സഭയൊന്നാകെ ആ വിഷയത്തിൽ ഗൗരവബുദ്ധിയ ഇടപെടേണ്ടതാണ്. സിസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു പോയാൽ ഒന്നും സംഭവിക്കുകയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഈ സിസ്റ്റേഴ്സാണ് പലപ്പോഴും അച്ഛന്മാരാകാനുള്ള കൊച്ചുങ്ങളെ കണ്ടെത്തുന്നതും പരിശീലിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവരെ സെമിനാരിയിലേക്ക് എത്തിക്കുന്നതിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. അതുകൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി വർദ്ധിപ്പിക്കുവാൻ, അതിന് സംരക്ഷണം നൽകുവാൻ, അതിനെ പോഷിപ്പിക്കുവാൻ സഭയൊന്നാകെ
മെത്രാന്മാരും വൈദികരും അൽമായരും ഒരു മനസ്സോടെ അതിനുവേണ്ടി ഇറങ്ങേണ്ടതുണ്ട് എന്നാണ് ഇതേക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. താങ്ക് യു അച്ഛാ. ആരാണ് അടുത്ത ചോദ്യം? ജാൻസി ടീച്ചറാണ്. ടീച്ചർ ചോദിക്കൂ. അച്ഛാ, സഭയിൽ സന്യസ്തരുടെ വിളി പ്രോത്സാഹിപ്പിക്കുവാൻ സഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സിസ്റ്റേഴ്സിൻ്റെ ഈ ദൈവവിളി കുറച്ചും കൂടെ ശക്തിപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും നല്ല താല്പര്യം തോന്നണം എന്നുള്ളതാണ് ടീച്ചറുടെ അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ ടീച്ചറിന് ആവേശം ഉണ്ടായി. യെസ്, അതിനാദ്യം ചെയ്യേണ്ടത് മാതാപിതാക്കൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം, അല്ലേ? മാതാപിതാക്കൾ ശരിക്കും അതിനുവേണ്ടി ആഗ്രഹിക്കണം. ദൈവം വിളിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. ദൈവം വിളിക്കണമെങ്കിൽ എന്താണ്? ദൈവത്തെ വിളിക്കുന്ന മാതാപിതാക്കൾ ആദ്യം ഉണ്ടാകണം. ദൈവത്തെ വിളിക്കുന്ന മാതാപിതാക്കൾക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ദൈവവിളി. അതുകൊണ്ട് ഇപ്പോൾ ജാൻസി ടീച്ചർക്ക് എത്ര പിള്ളേരുണ്ട് എന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാം. എത്ര മക്കളുണ്ട്? 3 മക്കൾ. അതിൽ ആണും പെണ്ണും? ഒരാണും 2 പെണ്ണും. ഒരാണും 2 പെണ്ണും ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞാൻ നിർദ്ദേശിക്കുക ഒരു കൊച്ചു മടത്തി പോകുമായിരിക്കും എന്നുള്ളതാണ്. അത് പക്ഷേ നമുക്ക് ചുമ്മാ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, അല്ലേ? അന്തിമമായി ആ കൊച്ചിനെ ദൈവം വിളിക്കണം. ആ വിളി സ്വീകരിക്കാൻ കൊച്ചുങ്ങൾ മനസ്സ് കാണിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവവിളി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ജാൻസി ടീച്ചറിൻ്റെ ആങ്ങള തലശ്ശേരി രൂപതയിലെ വളരെ വിശുദ്ധനായൊരു വൈദികനാണ്. അതുകൊണ്ട് അവരുടെ കുടുംബം ദൈവവിളി ഉള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് മിക്കവാറും പിള്ളേർ മടത്തി പോകാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, മാതാപിതാക്കൾ ദൈവവിളിയെ സ്നേഹിക്കുന്ന, ദൈവവിളിയെ പരിപോഷിപ്പിക്കുന്ന മനോഭാവം പുലർത്തണം. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയും. ഒന്നാമത്തെ മാർഗം കുടുംബത്തിലാണ് അത് ആരംഭിക്കേണ്ടത്. 2, സിസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ ആദരവോടെ അവരുടെ ശുശ്രൂഷകളുടെ മഹത്വത്തെക്കുറിച്ച് വൈദികർ സംസാരിച്ചു തുടങ്ങണം. പലപ്പോഴും പണ്ടൊരു സർവേ നടത്തിയപ്പോൾ പല പെൺകുട്ടികളും അഭിപ്രായപ്പെട്ട ഒരു കാര്യം, സിസ്റ്റേഴ്സിനൊരു വിലയില്ല, പലപ്പോഴും അച്ഛന്മാരുടെ വഴക്ക് കേൾക്കാൻ നടക്കുന്ന പാവങ്ങളാണ് അതുങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ അതിനില്ലാന്ന്. പലപ്പോഴും അതും ഒരു സത്യമാണ്. എന്നെ കേൾക്കുന്ന വൈദികരും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കുറിച്ച് ആദരവോട് സംസാരിക്കുമ്പോൾ, അവരുടെ സേവനങ്ങളെ പ്രകീർത്തിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ പ്രചോദനമാണ്. സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം പള്ളി അടിച്ചു വാരുന്ന ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്ന, അതല്ല എങ്കിൽ അപ്രകാരമുള്ള ഏതെങ്കിലും ഒരു ശുശ്രൂഷ എന്നതിനപ്പുറത്ത് അവർ സിസ്റ്ററായി ജീവിക്കുന്നു എന്നത് തന്നെ തിരുസഭയ്ക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്, മുതൽക്കൂട്ടാണ് എന്നുള്ള സത്യം നമ്മൾ ദൈവജനത്തെ ബോധ്യപ്പെടുത്തണം. അപ്രകാരം സഭയൊന്നാകെ ഈ കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ, അതുപോലെ കുഞ്ഞുനാൾ മുതലേ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ വളർത്തി പരിശീലിപ്പിക്കുമ്പോൾ ദൈവം അവരെ വിളിക്കുകയും നമ്മുടെ സഭ കൂടുതൽ ഊർജ്ജസ്വലമാവുകയും ചെയ്യും എന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. തീർച്ചയായും നമ്മൾ അതിനോട് യോജിക്കുന്നല്ലേ. പണ്ടൊക്കെ കുടുംബങ്ങളിൽ മക്കളുണ്ടാകുമ്പോൾ മാതാപിതാക്കളിൽ ഞങ്ങൾ അതിലൊന്നിനെ ദൈവമേ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ എപ്പിസോഡ് കാണുന്നവർക്കും അങ്ങനെ തങ്ങളുടെ അടുത്ത് പിള്ളേരിപ്പുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കാനൊരു പ്രേരണയുണ്ടാവും. എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ദൈവവിളി കുറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾ കുറയുന്നതുകൊണ്ടല്ലേ? അത് സഭ ഒരു കാലത്ത് പ്രോത്സാഹിപ്പിച്ച് കാണുന്നില്ല. കൂടുതൽ മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ വേണം, എന്നാലേ ദൈവവിളി ഉണ്ടാവുകയുള്ളൂ എന്ന്. ഇന്ന് കുടുംബങ്ങളിൽ സാധാരണ 1-2 മക്കളേ ഉള്ളൂ. അത് മാതാപിതാക്കൾ അവരെ പറഞ്ഞു വിടാൻ താല്പര്യപ്പെടുന്നുമില്ല. അത് കാരണമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. ആ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾ ഉത്സാഹിച്ചാലേ കാര്യം നടക്കുള്ളൂ. ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല, അല്ലേ? വാസ്തവത്തിൽ മക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് ദൈവവിളി കൂടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ നിരീക്ഷിക്കാൻ പറ്റിയല്ല. ചിലപ്പോൾ ഒറ്റ മക്കളുള്ള വീട്ടിൽ നിന്ന് ദൈവവിളി സ്വീകരിച്ചു വന്ന പലരെയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് മനഃപൂർവ്വമാണ് നേരത്തെ പറയാതിരുന്നത്. അതായത് കൂടുതൽ പിള്ളേരുണ്ടായി വീട്ടിലെ ആവശ്യമൊക്കെ കഴിഞ്ഞ് 1-2 തിരികടകളുണ്ട്, എന്നാൽ മടത്തിപ്പൊക്കോട്ടെ എന്ന മട്ടിൽ ദൈവവിളിയെ ചിലർ വിലയിരുത്താറുണ്ട്. 10-12 പിള്ളേരുണ്ട് വീട്ടിൽ, അതുകൊണ്ട് ഒരെണ്ണമൊക്കെ പൊക്കോട്ടെ
ദൈവ ശുശ്രൂഷയ്ക്ക്, വീട്ടിലെ കാര്യം നോക്കാൻ വേറെ ആളുകളുണ്ട്. ആ അർത്ഥത്തിലല്ല ദൈവവിളിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കളുടെ എണ്ണം കൂടുതലാകേണ്ടത് വളരെ ദൈവാനുഗ്രഹത്തിൻ്റേതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളെയും സഭ എക്കാലവും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ജനസംഖ്യ നിയന്ത്രിക്കാൻ സഭ പരിശ്രമിക്കുന്നില്ല എന്നും പറഞ്ഞ് സഭയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്, അല്ലേ? അതുകൊണ്ട് സഭ പ്രോത്സാഹിപ്പിക്കാഞ്ഞിട്ടല്ല, പലപ്പോഴും ദമ്പതികൾ അവരുടെ ചില സ്വാർത്ഥ ലക്ഷ്യങ്ങളെ പ്രതി മക്കളുടെ എണ്ണത്തെ ബോധപൂർവം നിയന്ത്രിക്കുകയും കുഞ്ഞുങ്ങളെ ദൈവാനുഗ്രഹമായി കരുതാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. അത്തരം ചിന്തകളുമായി കഴിയുന്ന ദമ്പതികളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവം ആരെയും വിളിക്കുകയില്ല. കാരണം അവർ ദൈവത്തിൽ ആശ്രയിച്ചല്ല ജീവിക്കുന്നു. ആ അർത്ഥത്തിൽ വേണം നമ്മൾ മക്കളുടെ എണ്ണത്തെയും ദൈവവിളിയെയും തമ്മിൽ മനസ്സിലാക്കാൻ. അല്ലാണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആവശ്യത്തിന് പിള്ളേർ കഴിഞ്ഞ് മിച്ചമുണ്ടായാൽ നമ്മൾ ദൈവവിളിക്ക് വേണ്ടി പിള്ളേരെ വിടാം എന്ന രീതിയിൽ ദൈവവിളിയെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. ദൈവം വിളിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു കൊച്ചേ ഉള്ളാവും, ആ കൊച്ചിനെ ദൈവം വിളിച്ചിട്ട് കാണും. എത്രയോ വൈദികർ വീട്ടിലാണും പെണ്ണുമായിട്ട് ഒറ്റ സന്തതിയായവൻ വന്ന് സെമിനാരിൽ ചേർന്ന അച്ഛനാകുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ട്. എത്രയോ സിസ്റ്റേഴ്സ് അങ്ങനെയുണ്ട്. അതുകൊണ്ട് ദൈവവിളി ഒരു വലിയ രഹസ്യമാണ്, നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. ദൈവം എന്തുകൊണ്ട് ഒരാളെ വിളിക്കുന്നു എന്നുള്ളത് അത് ദൈവവും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു പ്രണയ രഹസ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛാ, ഇതുമായി ബന്ധപ്പെട്ട ഒരു സംശയമുണ്ട്. അച്ഛൻ ഇപ്പോൾ പറഞ്ഞു സിസ്റ്റേഴ്സ് സമർപ്പിതർ വളരെ വലിയ സേവനമാണ് സഭയിൽ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഹോസ്റ്റലുകൾ നടത്തുക, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുക, അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ നടത്തുക, ഇവയിലേക്ക് അവരുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കപ്പെടുകയും കുടുംബ പ്രേക്ഷിതത്തിന് അവർക്ക് സമയം കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമില്ലേ? അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? സോജൻ സാറിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. സിസ്റ്റേഴ്സ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രവർത്തന മേഖലകളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് മറ്റ് മേഖലകളിൽ ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ മേഖലകളിലെ അവരുടെ പ്രവർത്തനം അർത്ഥമില്ലാത്തതാണെന്നോ ആവശ്യമില്ലാത്തതാണെന്നോ സോജൻ സാർ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സിസ്റ്റേഴ്സ് ആശുപത്രികൾ നടത്തുന്നു, അതല്ല എങ്കിൽ ഹോസ്റ്റലുകൾ നടത്തുന്നു, സ്കൂളുകൾ നടത്തുന്നു. അതുകൊണ്ട് ഒരു വലിയ നേട്ടം സമൂഹത്തിനുണ്ടാകുന്നുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മിഷനറി ആശുപത്രികൾ, സഭയുടെ ആശുപത്രികൾ ഇല്ല എങ്കിൽ ഇവിടുത്തെ വൈദ്യസേവനത്തിൻ്റെ ചെലവ്, ചികിത്സാ ചെലവ് ഇപ്പോഴുള്ളതിൻ്റെ 4 ഇരട്ടിയായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം, എറണാകുളത്ത്, അങ്കമാലിയിൽ, തൃശ്ശൂർ, നമ്മുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം സഭയുടെ ആശുപത്രികളുടെ സാന്നിധ്യമാണ് ചികിത്സാ ചെലവിനെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത് കേവലം ഒരു കച്ചവടമായി മാറ്റപ്പെടാതിരിക്കാൻ സഭയുടെ സജീവമായ സാന്നിധ്യം കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യം. പക്ഷെ അതോടൊപ്പം സാറ് പറഞ്ഞതുപോലെ കുടുംബ പ്രേക്ഷിതത്വത്തിന്, അതുപോലെ ഇടവകയിലെ അജപാലന കർമ്മങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഇറങ്ങേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ. പക്ഷെ അവിടെയും ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഴുവൻ സമയവും ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്ന വൈദികന് ഉപജീവനത്തിനുള്ള വഴി ഇടവകകൾ നൽകുന്നുണ്ട്. അതേസമയം മുഴുവൻ സമയവും ഇടവക പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു സിസ്റ്ററിന് ഇടവക സമൂഹം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിരിച്ചു കാണിക്കും. അത്രയേ ഉള്ളൂ. ചിരിച്ചു കാണിച്ചാൽ അവർക്ക് ജീവിക്കണ്ടേ, ഇല്ലേ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അപ്രകാരമുള്ള ചില ചിന്തകൾ കൂടി ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കുടുംബ പ്രേക്ഷിതത്വത്തിന് വേണ്ടി, ഇടവകയിലെ ശാക്തീകരണത്തിന് വേണ്ടി സിസ്റ്റേഴ്സ് ഒരിടവകയിൽ ഒരാളെങ്കിലും വീതം മുന്നിട്ട് നിൽക്കുകയും അവരുടെ ഉപജീവനത്തിനുള്ള വഴി, ശമ്പളമല്ല, അച്ഛന്മാർക്ക് ശമ്പളമല്ല, അവർക്ക് കഷ്ടിച്ച് ജീവിക്കാൻ, കഞ്ഞി കുടിക്കാനുള്ള കാശ് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ ഒരു സംവിധാനമെങ്കിലും ഒരു സിസ്റ്ററിനെങ്കിലും മഠത്തിൽ നിന്ന് കൊടുക്കാൻ ഇടവകയ്ക്ക് കഴിയുമ്പോൾ അവരുടെ സേവനത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും.
പലപ്പോഴും സിസ്റ്റേഴ്സിൻ്റെ സേവനങ്ങളെ നമ്മൾ വേണ്ടത്ര വിലമതിക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള പരിഗണനകൾ, കരുതലുകൾ സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നടക്കാത്തത് എന്ന് ഞാൻ സംശയിക്കുന്നു. ഓക്കെ അച്ഛാ, താങ്ക് യു. ഇനി ആരാണ്? നമ്മുടെ കൊച്ചുറാണി ടീച്ചറാണ് ചോദിക്കുന്നത്. ടീച്ചർ ചോദിക്കൂ. സഭയിൽ വചനപ്രഘോഷകർ ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ, അവർ ആത്മാർത്ഥമായി അവർ ശരിയായ വിധത്തിൽ പ്രഘോഷിക്കേണ്ടവരാണല്ലോ. എന്നാൽ ചിലർ അതിനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ശരിയാണോ? സുവിശേഷ പ്രഘോഷം നടത്തുന്ന ചില ആൾക്കാർ, അതിനകത്ത് അച്ഛന്മാരും അൽമാരും എല്ലാം പെടുന്നു അല്ലേ? ചിലർ പറയുന്നു ഞാൻ പറയുന്നു, എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുന്നു. അത് ശരിയാണോ എന്നാണ് ടീച്ചർ ചോദിക്കുക. ഞാൻ പറയുന്നു എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കുക അതാണ് സഭയുടെ പഠനമെന്ന്, അല്ലേ? അതുകൊണ്ട് ചിലപ്പോഴെങ്കിലും അത് എൻ്റെ അഭിപ്രായം മാത്രമാണെന്ന് അങ്ങ് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറഞ്ഞ ടീച്ചർ ഉന്നയിച്ച ചോദ്യത്തിൽ വളരെ പ്രസക്തിയുണ്ട്. ദൈവവചനം അത് തിരുസഭയുടെ സമ്പത്താണ്. അതെപ്രകാരം വ്യാഖ്യാനിക്കപ്പെടണം, അതിന് സഭ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് രക്ഷാകരവും ഗുണകരവുമായി തീരുക. അൽമായർക്ക് വചനം വ്യാഖ്യാനിക്കാവോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വ്യാഖ്യാനിക്കാം. അൽമായർ കൂടുതലായി വചനപ്രഘോഷണ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു വലിയ നന്മ ഈ കാലഘട്ടത്തിൽ ദൃശ്യമാണ്. വരും നാളുകളിൽ വൈദികരുടെയും സന്യസ്തരുടെയും എണ്ണം കുറഞ്ഞാൽ പോലും ഈ സഭ വചനപ്രഘോഷണ രംഗത്ത് കരുത്തുറ്റതായിരിക്കും എന്നുള്ളതിൻ്റെ സാക്ഷ്യം നൽകുന്ന നല്ല വചനപ്രഘോഷകർ സഭയിൽ രൂപം കൊള്ളുന്നുണ്ട്. അവരെ പരിശീലിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സഭ പ്രതിജ്ഞാബദ്ധമാണ്, അഥവാ ആയിരിക്കണം. എന്ന് പറയുമ്പോഴും ഈ ഒരു പ്രതിസന്ധിയുണ്ട്. വചനം എപ്രകാരം വ്യാഖ്യാനിക്കണം? എനിക്ക് തോന്നിയത് വിളിച്ചു പറയുന്നതല്ല വചനവ്യാഖ്യാനം. 21 നൂറ്റാണ്ടുകളായി ഈ വചനത്തെ തിരുസഭ എപ്രകാരമാണ് മനസ്സിലാക്കിയത്, വ്യാഖ്യാനിച്ചത്, വിശ്വാസ വിഷയമായി സ്വീകരിച്ചത് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം വേണം അവർ വചനവ്യാഖ്യാനം നടത്താൻ. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ബൈബിൾ ഞാൻ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ആശയം ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞത് ശരിയാണ്. വചനവ്യാഖ്യാനം സഭയോടൊത്ത് സഭ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വേണം ചെയ്യാൻ. അതുകൊണ്ട് ഓരോരുത്തർക്കും തോന്നുന്നതല്ല വിളിച്ചു പറയുന്നത്. വ്യക്തിപരമായ തോന്നലുകൾ തിരുസഭയുടെ തോന്നലുകളുമായി ഒത്തുപോകുന്നതാണോ എന്ന് പരിശോധിച്ച ശേഷം വേണം വചനപ്രഘോഷണം നടത്താൻ. താങ്ക് യു അച്ഛാ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മുടെ വിഷയങ്ങൾ പഠിച്ച ഏതാനും പേർ ചില ചോദ്യങ്ങൾ എഴുതി ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ചോദ്യം ഇപ്രകാരമാണ്: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാപ്റ്റിസം റിസീവ്ഡ് ഫ്രം ദി കാത്തലിക് ചർച്ച് ആൻഡ് എ നോൺ അപ്പസ്തോലിക് ചർച്ച്? അതായത് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് മാമോദീസ, കത്തോലിക്ക സഭയെ സ്വീകരിച്ച മാമോദീസായും അകത്തോലിക്ക പാരമ്പര്യത്തിൽ, അതായത് അപ്പസ്തോലിക സഭകളല്ലാത്ത സഭകളിൽ എന്നാണ് അല്ലേ? അങ്ങനെയല്ലേ എഴുതിയത്? നോൺ അപ്പസ്തോലിക് ചർച്ച്. നോൺ അപ്പസ്തോലിക് ചർച്ചുകളിലെ മാമോദീസായും തമ്മിലുള്ള വ്യത്യാസം എന്ത്? മാമോദീസായിലെ വ്യത്യാസം എന്ന് പറയുന്നത് അതൊരു കൂദാശയായി ആ സഭ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് അടിസ്ഥാന വ്യത്യാസം. അതായത് ഇത് കൂദാശയായി സ്വീകരിക്കുന്ന സഭകളുടെ മാമോദീസായെ തിരുസഭയും ബഹുമാനിക്കുന്നു. ജന്മപാപം പോക്കി കർമ്മപാപമുണ്ടെങ്കിൽ അതും പരിഹരിച്ച് നിത്യരക്ഷയ്ക്ക് ഒരു വ്യക്തിയെ യോഗ്യനാക്കുന്ന കൂദാശയാണ് ഈ മാമോദീസ എന്ന് വിശ്വസിക്കുന്ന സഭകളുടെ മാമോദീസായെ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നു. അതേസമയം മനുഷ്യന് ജന്മപാപമേ ഇല്ല എന്ന് വിചാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഭകളുണ്ട്. അതാണ് പലപ്പോഴും നോൺ അപ്പസ്തോലിക് ചർച്ചസുമായിട്ടുള്ള വ്യത്യാസം. ജന്മപാപമില്ല
എന്ന് പഠിപ്പിക്കുന്ന സഭകളിലെ മാമോദീസായിൽ ജന്മപാപം പോക്കപ്പെടുന്നില്ലല്ലോ. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലാണ് കത്തോലിക്കാ സഭ പറയുന്നത് ആ മാമോദീസ സാധുവായ മാമോദീസ അല്ല, ആ മാമോദീസ സ്വീകരിച്ച വ്യക്തികൾ വീണ്ടും ഈ സഭയിൽ അംഗങ്ങളാകുന്നതിന് മുൻപ് ജ്ഞാനസ്നാനം കൂദാശയായി ജന്മപാപത്തെ ഇല്ലാതാക്കിയ കർമ്മപാപം പോക്കുന്ന തിരുസഭയുടെ അംഗമാക്കുന്ന കൂദാശയായി അത് സ്വീകരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതൊരു സഭകളോടുള്ള അവഹേളനമല്ല, മറിച്ച് സഭകളുടെ ദൈവശാസ്ത്ര ദർശനങ്ങളിലുള്ള വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്ന. അച്ഛൻ അതിൻ്റെ ഉത്തരം കൂടെ അദ്ദേഹം അതിൻ്റെ ചോദ്യം കൊണ്ട് ബാക്കി പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ പേഴ്സൺ വുഡ് ലൈക്ക് ടു ജോയിൻ ദ കാത്തലിക് ചർച്ച് ഹു ഹാസ് ഓൾറെഡി റിസീവ്ഡ് ബാപ്റ്റിസം ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഫ്രം എ നോൺ അപ്പസ്തോലിക് ഓർ അപ്പസ്തോലിക് ചർച്ച്, ഷുഡ് ഹി റിസീവ് ബാപ്റ്റിസം അഗെയിൻ ഫ്രം ദ കാത്തലിക് ചർച്ച്? യെസ്, അതായത് അപ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച അകത്തോലിക്ക നോൺ അപ്പസ്തോലിക് ചർച്ചസിലെ ആളുകൾ കത്തോലിക്ക സഭയിൽ വരുമ്പോൾ വീണ്ടും മാമോദീസ സ്വീകരിക്കണമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഏത് സഭയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആ സഭയിൽ ജന്മപാപത്തെക്കുറിച്ചും മാമോദീസ എന്ന കൂദാശയെക്കുറിച്ചുമുള്ള വിചിന്തനങ്ങൾ അല്ലെങ്കിൽ ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ ഏത് എന്ന് പരിശോധിച്ച ശേഷമാണ് ഈ കാര്യത്തിൽ കത്തോലിക്ക സഭ ഒരു തീരുമാനമെടുക്കുക. നമ്മുടെ മുൻ എപ്പിസോഡ് കണ്ട മറ്റൊരു വ്യക്തി എഴുതി ചോദിച്ചിരിക്കുകയാണ്. ജോസഫ് പി ചാക്കോ ചേർത്തല എഴുതിയിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന ഈശോയുടെ വംശാവലികൾ തികച്ചും വ്യത്യസ്തമാണല്ലോ. ദാവീദിൻ്റെ പിൻതലമുറക്കാരുടേതായി പറഞ്ഞിരിക്കുന്ന പേരുകൾ രണ്ട് സുവിശേഷത്തിലും വിഭിന്നമാണ്. മത്തായി സുവിശേഷകൻ സോളമനെ ഈശോയുടെ പൂർവികനായി അവതരിപ്പിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ പറയുന്നത് ദാവീദിൻ്റെ മറ്റൊരു പുത്രനായ നാഥാനാണ് ഈശോയുടെ പൂർവികനെന്ന്. ഇതിലേതാണ് ശരി? ഈ വൈരുദ്ധ്യം കടന്നു വന്നത് എങ്ങനെയാണ്? യെസ്, വംശാവലിയിലെ വ്യത്യാസം നമ്മൾ ഈ സി ക്യാറ്റിൻ്റെ മുൻ എപ്പിസോഡിൽ ഈശോ മിശിഹായുടെ ജനന വിവരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈശോയുടെ ചരിത്രപരതയെ വിലയിരുത്തിയപ്പോൾ വംശാവലിയെക്കുറിച്ചുള്ളൊരു സൂചന പറഞ്ഞിരുന്നു. ഇത് വംശാവലിയിലെ എല്ലാ തലമുറകളെയും വിശദീകരിക്കാൻ പറ്റുന്നൊരു എപ്പിസോഡായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളത് അത്രയും വിശദമായി പഠിപ്പിക്കാതിരുന്നത്. അതേസമയം ശാലോമിലൂടെ തന്നെ സംപ്രേഷണം ചെയ്ത തിയോളജിയ ക്ലാസിൻ്റെ എപ്പിസോഡുകളിൽ ഈ വംശാവലി കൂടുതൽ വിശദീകരിച്ചിരുന്നു. അന്ന് ഇതിൻ്റെ അർത്ഥം വിശദീകരിച്ചതാണ്. ഈ രണ്ട് വംശാവലികൾ തമ്മിലുള്ള വ്യത്യാസം ദൈവശാസ്ത്രപരമായ വ്യത്യാസമാണ്. ഒന്നാമത്തേത് നമുക്കറിയാം, മത്തായിയിൽ വംശാവലി ആരംഭിക്കുന്നത് അബ്രാഹത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം യഹൂദരെ പ്രധാനമായും ഉദ്ദേശിച്ചുള്ളതാണ്. അതേസമയം ലൂക്കായിൽ വംശാവലി ആരംഭിക്കുന്നത് ആദാമിൽ നിന്നാണ്. ആദം എന്ന് പറഞ്ഞാൽ യഹൂദരുടെ മാത്രം പിതാവല്ല, മനുഷ്യകുലത്തിൻ്റെ മുഴുവനും പിതാവാണ്, അല്ലേ? അപ്പോൾ ആ കാരണം ലൂക്കാ സുവിശേഷം ഈശോയെ സകല മനുഷ്യരുടെയും രക്ഷകനായിട്ടാണ് അവതരിപ്പിക്കുക. ലൂക്ക ആവർത്തിച്ച് പറയുന്നതാണ്, മാലാഖായുടെ അരുളപ്പാട് തന്നെ ഇതാണ്, ആട്ടിടയന്മാരോട് എന്ന്, ഇതാ സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ സകലർക്കും വേണ്ടിയുള്ള രക്ഷകൻ എന്ന അർത്ഥത്തിൽ ഈശോ എവിടെ നിന്ന് ആരംഭിക്കണം? ആദാമിൽ നിന്ന് ആരംഭിക്കണം. മത്തായിയെ സംബന്ധിച്ചിടത്തോളം ഈശോ പുതിയ നിയമത്തിലെ മോശയാണ്, മിശിഹായാണ്. അതായത് യഹൂദ കാഴ്ചപ്പാടിനുള്ളിലാണ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ ദൈവശാസ്ത്രം രൂപീകരിക്കുന്നു. അവസാനമെത്തുമ്പോൾ മത്തായിക്കും ഈ സാർവത്രിക വീക്ഷണമുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പറയാൻ പറയുന്നു. പക്ഷേ സുവിശേഷത്തിൻ്റെ പൊതു ഊന്നൽ യഹൂദ ക്രൈസ്തവരെയാണ്. അതുകൊണ്ട് യഹൂദരുടെ പിതാവായ അബ്രാഹത്തിൽ വംശാവലി ആരംഭിച്ചു. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വംശാവലിയെ ഒരിക്കലും അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. ആദം അങ്ങനെ വ്യാഖ്യാനിച്ച പല
സഭകൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. അതായത് 41 തലമുറകളുടെ കാര്യം പറയുന്നുണ്ട്. 42 തലമുറ മത്തായിയുടെ സുവിശേഷത്തിൽ. ഒരു തലമുറയുടെ ആയുസ് ഒരു 60 കൊല്ലം എടുത്താൽ 42 തലമുറയാണ് ഈശോ മുതലുണ്ടായിട്ടുള്ളത്. അപ്പോഴെത്രയാണ്? 4 ഗുണിക്കണം 60, 2400. ഒരു 2480 കൊല്ലമാണ് ഈ ഭൂമിയുടെ ആയുസ് എന്ന് കണക്ക് കൂട്ടിയാൽ അത് ശരിയാവൂ? അല്ല. അപ്പോൾ തലമുറകൾ 42 എന്ന് പറയുന്ന എന്താണ്? ദാവീദ് എന്ന പേരിലെ അക്ഷരങ്ങളുടെ മൂല്യം കൂട്ടിയാൽ 42 എന്നാണ് കിട്ടുക. 14 എന്ന് കിട്ടും. 14ൻ്റെ 3 വിഭാഗങ്ങളായിട്ടാണ് മത്തായി അവതരിപ്പിക്കുന്നത്. ദാവീദ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. ദാലത്ത്, ആലബ്, ബേത്ത്, ഗിമൽ, ദാലത്ത്, 4ാമത്തെ അക്ഷരം അല്ലേ? നിങ്ങൾ മതാധ്യാപകരെല്ലാം പണ്ട് ഹീബ്രു പഠിച്ചതാണ് അല്ലേ? നിങ്ങൾ നമ്മുടെ ദൈവശാസ്ത്ര പഠനം കഴിഞ്ഞ മതാധ്യാപകർ, ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടിയ മതാധ്യാപകരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ചില്ലറ ആളുകളല്ല. ചില്ലറ ആളുകളല്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇവർ ഹീബ്രു പഠിച്ചിട്ടുള്ളവർ. അപ്പോൾ 4 ദാലത്തിൻ്റെ മൂല്യം. അപ്പോൾ ദാവീദ് എന്ന് പറയുന്നത് ദാലത്ത്, വാവ്, ദാലത്ത് ചേർന്ന്. അപ്പം 4 4 8 6 14. വാവിൻ്റെ മൂല്യം 16. അപ്പോൾ 14 4 4 8 6 14. 14 ഗുണിക്കണം 3 എത്രയാണ്? 42 അല്ലേ? അതാണ് ദാവീദിൻ്റെ പുത്രനാണ് ഈശോ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് മത്തായി സുവിശേഷത്തിൽ ശ്രമിക്കുന്നത് എങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ സകല ലോകത്തിൻ്റെയും രക്ഷകൻ. അതുകൊണ്ട് ഒരപ്പൻ്റെ കൃത്യം മകൻ, അവൻ്റെ മകൻ എന്നുള്ള അക്ഷരാർത്ഥത്തിലുള്ള വംശാവലി അല്ല 2 സുവിശേഷങ്ങളും പറഞ്ഞിരിക്കുന്നു. കൃത്യമായി പരിശോധിച്ചാൽ നമുക്കറിയാം, ചിലപ്പോൾ 4ഉം 5ഉം തലമുറകളെ ഇടയ്ക്ക് വിട്ടുകളഞ്ഞിട്ടാണ് അറിയപ്പെടുന്ന ഒരാളുടെ പേര് പറയുന്നത്. ആ രീതിയിലാണ് വംശാവലി രൂപീകരിച്ചിരിക്കുന്നത് എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബത്ശേബായിൽ പിറന്ന സോളമനിലൂടെ ഈ വംശാവലി കൊണ്ടുവരേണ്ടത് ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവനെന്ന് സ്ഥാപിക്കാൻ മത്തായിക്ക് അത് ആവശ്യമാണ്. ലൂക്കായ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. ലൂക്കായ്ക്ക് എന്തേ ഉള്ളൂ? ദാവീദ്, ആദം, അബ്രാഹം, ദാവീദ്, പരിശുദ്ധ മറിയം. അതായത് പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രമേ പൊതുവായിട്ട് ഇവരെടുക്കുന്നുള്ളൂ. ബാക്കി ആളുകളുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട് 2 വംശാവലിയിലും. കാരണം വംശാവലികൾ ഒരിക്കലും അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനുള്ളതല്ല. അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ അബദ്ധം സംഭവിക്കും. ഓരോ സുവിശേഷകൻ്റെയും ദൈവശാസ്ത്ര വീക്ഷണങ്ങളാണ് ഈ വംശാവലിയിലെ വ്യത്യാസങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാക്കി. താങ്ക് യു അച്ഛാ. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ഗൗരവത്തോടെയും താല്പര്യത്തോടെയും ഈ ചർച്ചയിൽ പങ്കെടുത്തു. നിങ്ങൾക്ക് ഈ ചർച്ച ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും നമ്മുടെ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ, വിശ്വാസ സംബന്ധ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. ഈ എപ്പിസോഡ് കണ്ട ഷാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും തീർച്ചയായും ഒരു പുതിയൊരു അനുഭവമായിരിക്കും. അച്ഛൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ സഭയെ കൂടുതൽ സ്നേഹിക്കാൻ, ഒരു ഹൈറാർക്കിയെ വിമർശിച്ചുകൊണ്ടോ കുറ്റം പറഞ്ഞുകൊണ്ടല്ല സഭ വിശ്വാസിയോ സ്നേഹിതനോ ആയി തീരേണ്ടത്, സഭയെ കൂടുതലായിട്ട് അടുത്തറിയുക എന്നുള്ളതായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് വളരെ മനോഹരമായി മുന്നോട്ട് നയിച്ചത് അച്ഛനാണ്. സഭയിലെ ആളുകളെക്കുറിച്ചും ആളുകൾ എങ്ങനെയാണ് ഇപ്രകാരമായി തീർന്നിരിക്കുന്നത്, ഇതിൻ്റെ പാരമ്പര്യങ്ങൾ, ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം വളരെ വിശുദ്ധമായി നമ്മളോട് ബഹുമാനപ്പെട്ട പാമ്പ്ലാനിച്ചൻ സംസാരിക്കുകയുണ്ടായി. സീകാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഈ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ ജോസഫ് പാമ്പ്ലാനി അച്ഛന് ഷാലോമിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ഈ എപ്പിസോഡുകളിൽ വളരെ കാര്യമാത്ര പ്രസക്തമായി ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള സംശയങ്ങൾ ചോദിക്കുകയും ലോകമെമ്പാടുമുള്ള ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത ചെറുപുഴ സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരായ നിങ്ങൾക്കും
ഷാലോമിൻ്റെ പേരിലുള്ള സീകാറ്റിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. മറ്റൊരു വിഷയവുമായി, പുതിയ വിഷയവുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. സികാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.